നമ്മളിൽ പലരും കാലങ്ങളായിട്ട് ഐഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമുക്കിപ്പോഴും അറിയത്തില്ലാത്ത ചില ഹിഡൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ട്രിക്കുകൾ നമ്മുടെ ഐഫോണിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ അങ്ങനെ കുറച്ച് ഹിഡൻ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ട്രിക്കുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിൽ ചില ഫീച്ചേഴ്സൊക്കെ ചില ആളുകൾക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കാം, അതുപോലെ തന്നെ ഇതൊന്നും അറിയത്തില്ലാത്തവരും കാണും. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതിലെ ആദ്യത്തെ ഹിഡൻ ഫീച്ചർ എന്ന് പറയുന്നത് ഈയിടെ നമ്മൾ ഐഫോൺ യൂസേഴ്സിൻ്റെ ഇടയിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു ഫംഗ്ഷനാലിറ്റിയാണ്. ധാരാളം വീഡിയോസൊക്കെ നിങ്ങൾ ഓൾറെഡി യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാകും ഈ ഒരു ഫംഗ്ഷനാലിറ്റിയെ പറ്റി. അതായത് രണ്ട് ആപ്പിൾ ഡിവൈസസ് ഉണ്ടെങ്കിൽ ഒരു ആപ്പിൾ ഡിവൈസിൽ നിന്ന് മറ്റൊരു ആപ്പിൾ ഡിവൈസിലേക്ക് നമുക്ക് ഹാൻഡ് ജെസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് പിഞ്ചും സൂമും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോട്ടോസൊക്കെ കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്യാൻ സാധിക്കുന്നു, പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഈ കാര്യങ്ങൾ നിങ്ങൾ കണ്ടു. അപ്പോൾ അതെങ്ങനെ നമ്മുടെ ഐഫോണിലും നമുക്ക് സെറ്റപ്പ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ രണ്ട് ഡിവൈസും നിങ്ങൾ ഉപയോഗിക്കുന്ന രണ്ട് ഡിവൈസും അതിപ്പോൾ ഐഫോൺ ആയിക്കോട്ടെ ഐപാഡ് ആയിക്കോട്ടെ ഏത് ഡിവൈസ് ആണെങ്കിലും രണ്ട് ഡിവൈസും നിങ്ങളുടെ സെയിം ആപ്പിൾ ഐ ഡിയിൽ ലോഗിൻ ചെയ്തിരിക്കണം. ഇതിൽ നിങ്ങൾക്ക് കാണാം ഞാൻ എൻ്റെ സെയിം ആപ്പിൾ ഐ ഡിയിലാണ് എൻ്റെ രണ്ട് ഡിവൈസുകളും ലോഗിൻ ചെയ്തേക്കുന്നത്. രണ്ടാമത്തെ കാര്യം നമ്മളുടെ സെറ്റിങ്സിൽ തന്നെ ജനറൽസിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് നമുക്കിവിടെ കാണാം എയർ പ്ലേ ആൻഡ് ഹാൻഡ് ഓഫ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ. ഇതിൽ നിങ്ങൾ ഹാൻഡ് ഓഫ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്തിരിക്കണം. ഇത് എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഫംഗ്ഷനാലിറ്റി വർക്ക് ആകത്തുള്ളൂ പ്രോപ്പറായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ ആപ്പിൾ ഐ ഡി സെറ്റിങ്സിനകത്ത് ഇതിൽ നമ്മളെ ഐക്ലൗഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകുമ്പം ഇതിലുള്ള സകല ഫീച്ചേഴ്സും നിങ്ങൾ എനേബിൾ ആയിരിക്കണം. എസ്പെഷ്യലി നിങ്ങളുടെ ഫോട്ടോസിനകത്ത് ഐക്ലൗഡ് ഫോട്ടോ എനേബിൾ അല്ലേ പോലും ഇതിലുള്ള ഈ ഒരു മൈ ഫോട്ടോ സ്ട്രീം എന്ന് പറഞ്ഞ ഓപ്ഷൻ മസ്റ്റായിട്ടും എനേബിൾ ആയിരിക്കണം. എങ്കിലേ ഉള്ളൂ ഈ ഒരു ഫംഗ്ഷനാലിറ്റി കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ആകത്തുള്ളൂ. വൺസ് നമ്മളത് സെറ്റപ്പ് ആയതിനു ശേഷം നമ്മളെ ഫോട്ടോസ് ആപ്പിനകത്ത് കയറിയിട്ട് ഞാൻ ഈ ഒരു ഫോട്ടോ ഈ ഒരു ഫിംഗർ ഉപയോഗിച്ചുകൊണ്ട് 3 ഫിംഗർ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ജസ്റ്റ് പിൻ ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കോപ്പി ആയിട്ടുണ്ട്. കോപ്പി ആക്കിയതിന് ശേഷം നമ്മളുടെ ഈ ഒരു ഐഫോൺ 10s നമ്മളുടെ നോട്ട്സ് ആപ്പിലേക്ക് പോയിട്ട് ഞാൻ ഇത് പേസ്റ്റ് ചെയ്യുവാണ്. പേസ്റ്റ് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മളുടെ ആ ഒരു ഇമേജ് പേസ്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു സെറ്റിങ്സ് എല്ലാം എനേബിൾ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു ഫംഗ്ഷനാലിറ്റി വർക്ക് ആകത്തുള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ രണ്ട് ഡിവൈസും സെയിം വൈഫൈയിലായിരിക്കണം. എങ്കിലേ ഉള്ളൂ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഈ ഒരു സെയിം വൈഫൈ പ്ലസ് ഞാൻ ഈ പറഞ്ഞ സെറ്റിങ്സിനകത്തെ കാര്യങ്ങളൊക്കെ കൃത്യമാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ഫംഗ്ഷനാലിറ്റി വർക്ക് ആകത്തുള്ളൂ. അല്ലാത്ത സ്ഥിതിക്ക് ഈ ഒരു ഫംഗ്ഷനാലിറ്റി വർക്ക് ആകത്തില്ല. ഇതിലെ രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് വോയിസ് ഐസൊലേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷനാലിറ്റിയാണ്. ഇത് നമുക്ക് iOS 15 നമുക്ക് ലഭിച്ച ഒരു ഫംഗ്ഷനാലിറ്റിയാണ്. ഈ ഒരു ഫംഗ്ഷനാലിറ്റി എങ്ങനെ ലഭിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഇപ്പം വീഡിയോ കോളോ വോയിസ് കോൾ അല്ല വീഡിയോ കോൾ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇത് കിക്ക് ഇൻ ചെയ്യത്തുള്ളൂ. നമ്മളിപ്പം ഏത് പ്ലാറ്റ്ഫോമിലും അതിപ്പം ഫേസ് ടൈം ആയിക്കോട്ടെ വാട്സാപ്പ് ആയിക്കോട്ടെ IMO ആയിക്കോട്ടെ ഇവിടെയൊക്കെ നമ്മൾ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു കോളിലേക്ക് പോയി കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ഒരു കൺട്രോൾ സെൻറ്റർ നമ്മുടെ കൺട്രോൾ സെൻറ്റർ ആക്സസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഏറ്റവും മുകളിൽ മൈക്ക് മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു ഓപ്ഷനിൽ 3D ടച്ച് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിലാണ് നമുക്ക് ഈ ഒരു 3 മോഡ് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത്. ഇതിൽ സ്റ്റാൻഡേർഡ് കാര്യം നമുക്കറിയാം. സാധാരണ നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ എന്തെങ്കിലും നോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കോൾ ചെയ്യുന്ന വ്യക്തിക്കും അത് കേൾക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കും ഇതെല്ലാം സൗണ്ടും കേൾക്കാൻ സാധിക്കും. പക്ഷേ നമ്മളത് മാറ്റി വോയിസ് ഐസൊലേഷനിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിയുമ്പം ബാക്ക്ഗ്രൗണ്ടിലുള്ള സകല നോയ്സും നമുക്ക് മ്യൂട്ട് ആകും. അല്ലെങ്കിൽ കട്ട് ഓഫ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലിയർ ആയിട്ടുള്ള വോയിസ് ഓപ്പോസിറ്റ് ആൾക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഉള്ളത് നമ്മുടെ വൈഡ് സ്പെക്ട്രമാണ്. ഇത് മെഷീൻ ലേണിങ്ങിൻ്റെ സഹായത്തോടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാലിറ്റിയാണ്. ഇത് എൻഹാൻസ് ചെയ്യും. നമ്മളുടെ മെഷീൻ ലേണിങ്ങിൻ്റെ സഹായത്തോടെ നമ്മുടെ വോയിസിനെയും ബാക്ക്ഗ്രൗണ്ട് നോയ്സിനെയൊക്കെ എൻഹാൻസ് ചെയ്തിട്ട് എവിടെയാണോ കൃത്യമായിട്ട് നമ്മൾ ഗ്രൂപ്പ് കോൾ ചെയ്യുന്ന അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് എവിടെയാണോ ഫോക്കസ് ചെയ്യേണ്ടത് ആ ഒരു കൃത്യം സ്ഥലത്തേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് ആ ഒരു ഓഡിയോ ക്ലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫംഗ്ഷനാലിറ്റിയാണ് വൈഡ് സ്പെക്ട്രം. പിന്നീട് ഇതിലുള്ള മറ്റൊരു ഹിഡൻ ട്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ മാപ്സ് ആണ്. നമ്മൾ ഗൂഗിൾ മാപ്പിൽ നമ്മളൊരു ഏരിയ ഇപ്പം നമ്മൾ സെർച്ച് ചെയ്യുവാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ പോയിട്ട് മുംബൈ ഞാൻ സെർച്ച് ചെയ്തു. ഓക്കെ, മുംബൈ. ഇത് നമുക്ക് നെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഓൺലൈനായിട്ട് മുംബൈയിലെ സ്ട്രീറ്റുകളും അല്ലെങ്കിൽ ഏരിയാസൊക്കെ നമുക്ക് നാവിഗേറ്റ് ചെയ്ത് പോകാൻ സാധിക്കും, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. പക്ഷേ നമുക്കിപ്പോൾ നെറ്റ് ഇല്ലാത്തൊരവസ്ഥയാണ്. ഓഫ്ലൈൻ ആയിട്ടുള്ള മാപ്പാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഗൂഗിൾ മാപ്പിനകത്ത് ഇതിപ്പം വർക്ക് ചെയ്യുന്നത് ഗൂഗിൾ മാപ്പിലുള്ളൂ. ആപ്പിൾ മാപ്പിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കി വർക്കാകത്തില്ല. ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഓഫ്ലൈൻ മാപ്പിംഗ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് നിങ്ങൾ മുംബൈ നിങ്ങൾ എവിടെയാണോ ഡെസ്റ്റിനേഷൻ അത് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നിങ്ങളത് വീണ്ടും സെർച്ച് ബാറിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ നമ്മൾ വീണ്ടും ഓക്കെ മാപ്പ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുത്ത് കഴിയുമ്പം ഡൗൺലോഡ് ദിസ് മാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഏത് ഏരിയ ആണോ പ്ലേസ് ആണോ നമ്മൾ സെർച്ച് ചെയ്ത് ആ ഒരു ഏരിയ തന്നെ കോട്ട് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഏരിയയിലെ സ്പെസിഫിക് ഏരിയയിലെ അത്രയും മാപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് താഴെ കാണാം ക്യാൻസൽഡ് ഡൗൺലോഡ്. അതിന് മുകളിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 165 MB സൈസുള്ള ഒരു ഫയലാണ് ഡൗൺലോഡ് ആകുന്നത്. ഡൗൺലോഡ് കൊടുത്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇവിടെ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ആകുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഓഫ്ലൈനായിട്ട് ആ ഒരു ഏരിയ മാപ്പ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിലെ അടുത്ത ഹിഡൻ ട്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ iMessageനകത്താണ്. നിങ്ങൾ iMessage സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ്. അത് നമ്മൾ ഓപ്ഷനിൽ പോയിട്ട് ടൈപ്പ് ചെയ്യുക പ്യൂ എന്ന് പറഞ്ഞ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക PEW എന്ന് പറഞ്ഞാൽ പ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടൈപ്പ് ചെയ്തതിന് ശേഷം
നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ലേസർ എഫക്റ്റ് കാണാൻ സാധിക്കും. ഇത് ലേസർ സ്ക്രീൻ എഫക്റ്റ് ആണ്. ഈ ഒരു എഫക്റ്റ് കാണാൻ സാധിക്കും. ഓട്ടോമാറ്റിക്കലി നമ്മളിത് സെൻഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ആ ഒരു സെൻറ്ററിൻ്റെയും അല്ലെങ്കിൽ ആ റിസീവറിൻ്റെയും ഭാഗത്ത് ഇത് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ മാത്രമല്ല, നമുക്ക് ഇവിടെ കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സെൻഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ആനിമേഷൻ എഫക്റ്റ് കാണാൻ സാധിക്കുന്നതാണ്. ഇത് കാണുമ്പോൾ ചില ആളുകൾക്കെങ്കിലും മനസ്സിലാവും ഈ എഫക്ട്സ് എല്ലാം തന്നെ ഓൾറെഡി നമ്മളുടെ ഈ ഒരു iMessageനകത്ത് തന്നെ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു സെൻഡ് ആരോ ഉണ്ടല്ലോ, ആ ഒരു സെൻഡ് ആരോയിൽ നിങ്ങൾ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കും അല്ലെങ്കിൽ പ്രസ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് സെൻഡ് വിത്ത് എഫക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും. അതിൽ ബബിൾ എഫക്റ്റ് ഉണ്ട്, സ്ക്രീൻ എഫക്റ്റ് ഉണ്ട്. അതിൽ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എഫക്ട്സ് എല്ലാം തന്നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിലെ അടുത്തൊരു ട്രിക്ക് എന്ന് പറയുന്നത്, ഇതിനെ ട്രിക്ക് എന്ന് വിളിക്കാൻ സാധിക്കുമോ എന്നുള്ളത് സംശയമാണ്. കാരണം ഇതൊരു വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങളുടെ സെർച്ചിൻ്റെ ഓപ്ഷനിൽ, നമ്മളെ മുകളിൽ സെറ്റിങ്സ് സെർച്ചിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അതിൽ പോയിട്ട് നിങ്ങൾ TV ഔട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ലഭിക്കും. പക്ഷേ നമ്മളിവിടെ ഈ TV ഔട്ടിൽ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ്ലി പോകുന്നത് നമ്മളുടെ ഈ ജനറൽസ് ഓപ്ഷനിലേക്കാണ്. ഇതിലെ മറ്റൊരു ഹിഡൻ ട്രിക്ക് എന്ന് പറയുന്നത് നമ്മളുടെ റിമൈൻഡേഴ്സ് ആപ്പിനകത്താണ്. റിമൈൻഡേഴ്സ് ആപ്പിനകത്ത് എനിക്ക് തോന്നുന്നില്ല ഐഫോൺ ഉപയോഗിക്കുന്ന പലരും തന്നെ റിമൈൻഡേഴ്സ് ആപ്പ് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. കാരണം റിമൈൻഡേഴ്സ് ആപ്പിനകത്ത് നമുക്ക് പല കാര്യങ്ങളും, എസ്പെഷ്യലി iOS 15 വന്നപ്പം പല കാര്യങ്ങളും നമുക്ക് പുതുതായിട്ട് വന്നു. അതിനകത്ത് വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാലിറ്റിയാണ് ഈ ഒരു ടാഗിങ്. നമുക്കിവിടെ താഴെ കാണാം ടാഗിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെയിം ടാഗ്സ് നമുക്ക് ഇപ്പം നോട്ട്സ് ആപ്പിലും അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു റിമൈൻഡേഴ്സ് ആപ്പിൽ നമുക്ക് പല ഉപകാരങ്ങൾ ഈ ഒരു ടാഗ് കൊണ്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ടാഗ് നിങ്ങൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ധാരാളം കാര്യങ്ങൾ റിമൈൻഡേഴ്സിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ക്യൂറേറ്റ് ചെയ്തെടുത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കിവിടെ കാണാം കുറേ ടാഗുകൾ. അതിലിപ്പം ബർത്ത്ഡേ എന്ന് പറയുന്ന ടാഗ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ബർത്ത്ഡേ ടാഗിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരുടെയൊക്കെ ബർത്ത്ഡേ നമ്മുടെ റിമൈൻഡേഴ്സ് ആപ്പിൽ സേവ് ചെയ്തിട്ടുണ്ടോ അവരുടെ എല്ലാം ബർത്ത്ഡേക്കകത്ത് നമ്മൾ ഈ ഒരു ടാഗ് നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാം പേരുകൾ നമുക്കിവിടെ ലിസ്റ്റ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ലഭിക്കുന്നതായിരിക്കും. അവിടെ നിന്ന് നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ, ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു ടാഗുകൾ സെറ്റപ്പ് ആക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഒരു നോട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിമൈൻഡേഴ്സ് നിങ്ങൾ പോവുക, അതിൽ നിങ്ങൾ ആഡ് ചെയ്തേക്കുന്ന റിമൈൻഡറിലേക്ക് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു ഐക്കൺ കിട്ടും. അതിൽ നിങ്ങൾ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ആ ഒരു ഐക്കൺ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക്, ആ ഒരു പർട്ടിക്കുലർ റിമൈൻഡേഴ്സിൻ്റെ ഡീറ്റെയിലേക്ക് പോകും. അതിൽ നമുക്ക് ടാഗ് ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഈ ഒരു ന്യൂ ടാഗ്, പുതിയ ഏതെങ്കിലും ടാഗ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ടൈപ്പിംഗ് ചെയ്ത് ആഡ് ചെയ്യാൻ സാധിക്കും. അതല്ല നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഏതെങ്കിലും ടാഗിലേക്കാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ സെലക്ട് ചെയ്യുക. ഞാനിവിടെ നിങ്ങൾക്ക് കാണാം YT നോട്ട്സ് എന്ന് പറയുന്ന ടാഗാണ് ആഡ് ചെയ്തേക്കുന്നത്. അത് കൊടുത്ത് കഴിയുമ്പം ഞാൻ ആ ഒരു താഴെ കാണുന്ന ആ ടാഗിൽ നമ്മുടെ YT നോട്ട്സ് എന്ന് പറഞ്ഞ ടാഗിലേക്ക് ഞാൻ ടാപ്പ് ചെയ്ത് കഴിയുമ്പം അത് ബേസ് ചെയ്ത് ടാഗ് ചെയ്തേക്കുന്ന ഏതൊക്കെ റിമൈൻഡേഴ്സ് ഉണ്ടോ അതെല്ലാം എനിക്ക് അവിടെ ഹൈലൈറ്റഡ് ആവും. പിന്നീട് ഇതിലെ മറ്റൊരു ഹിഡൻ ട്രിക്കാണ്, നമ്മുടെ നോട്ട്സ് ആപ്പിൽ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്തു അതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു 3 ഫിംഗർ ജസ്റ്റർ ഉപയോഗിച്ച് നമുക്ക് ഡിലീറ്റ് ചെയ്യാനും റീഡു ചെയ്യാനും സാധിക്കുന്നതാണ്. അതായത് നമ്മൾ ഈ ഒരു 3 ഫിംഗർ ഉപയോഗിച്ചുകൊണ്ട് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ആവും. ആ ഒരു വേർഡ് റിമൂവ് ആയി. ഇനി നമ്മൾ റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് റീഡു ആവുകയും ചെയ്യുന്നതാണ്. ഇതിലുള്ള മറ്റൊരു ഹിഡൻ ട്രിക്കാണ്, നമുക്ക് ഇതുപോലെ മെസ്സേജസ് ഒക്കെ പോലെ അല്ലെങ്കിൽ നോട്ട് പോലുള്ള ആപ്ലിക്കേഷനിൽ നമുക്ക് കുറേ മെസ്സേജസ് ഒക്കെ വരും. അതൊക്കെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു 2 ഫിംഗേഴ്സ് ഉപയോഗിച്ച് ജസ്റ്റ് താഴേക്ക് സ്വൈപ്പ് ചെയ്യുക. സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ മെസ്സേജ് സെലക്ട് ചെയ്യാനും ഡീസെലക്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതുപോലെ തന്നെ നമ്മൾ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുക, ഡീസെലക്ട് ആവുന്നതാണ്. പിന്നീട് നമ്മുടെ ഐഫോണിലെ മറ്റൊരു ഹിഡൻ ട്രിക്കാണ്, നമ്മുടെ ഐഫോൺ നെറ്റ്വർക്കിൻ്റെ ഫീൽഡ് ടെസ്റ്റ് ആപ്ലിക്കേഷൻ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ *3001#12345# കൊടുക്കുക. അതിനുശേഷം ഡയൽ ചെയ്യുക. ഡയൽ ചെയ്ത് കഴിയുമ്പോൾ ഡയറക്റ്റ്ലി നമ്മൾ ഈ ഒരു ഡാഷ്ബോർഡിലേക്ക് പോകും. എനിക്കിതിലെ എല്ലാ കാര്യങ്ങളും എന്താണെന്നുള്ളത് വിവരിച്ച് തരാൻ അറിയത്തില്ല. നമുക്ക് ഇവിടെ പല ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് റാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സർവീസിങ് സെൽ ഇൻഫോ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്കിവിടെ LT ബാൻഡ്, ഹേർട്സ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറേ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓപ്ഷനിൽ പോയാൽ മാത്രം മതി. ഈ ഒരു കോഡ് നിങ്ങൾ എൻ്റർ ചെയ്താൽ മാത്രം മതി. നമുക്ക് ഡയറക്റ്റ്ലി ഈ ഒരു ഓപ്ഷൻസ് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഐഫോണിലെ ഏതാനും ചില ഹിഡൻ ട്രിക്സ് എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.